SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അസ്കരിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ആലപ്പുഴയിൽ UDF അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സമസ്തയുടെ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ല. ആലപ്പുഴയിൽ ഒരാൾ അങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തതായി ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ജില്ല തോറും പ്രത്യേകം പ്രസ്താവന കൊടുക്കാൻ ആരെങ്കിലും ഏൽപ്പിക്കുകയോ അങ്ങനെ ഒരു നിലപാടെടുക്കുകയോ ഏതെങ്കിലും മുന്നണിയെ പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ നിലക്ക് തന്നെയാണ് കാര്യങ്ങളുള്ളത്. നേരത്തെ പറഞ്ഞു അദ്ദേഹം അത് വ്യക്തിപരമായുള്ള അഭിപ്രായമാണ് തൻ്റെതെന്ന് പറഞ്ഞു. പക്ഷേ അത്തരത്തിലൊരു പൊതുവികാരം സംസ്ഥയ്ക്കുള്ളിലുണ്ടോ? ഒരു ഔദ്യോഗിക സ്ഥാനത്തുള്ള ഒരാൾ വ്യക്തിപരമായ അഭിപ്രായം പറയാനും പാടില്ല. ആ പറഞ്ഞതിനെ കുറിച്ച് സംഘടന പരിശോധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അത് പരിശോധിക്കും. അതിനെക്കുറിച്ച് പിന്നീട് ആലോചിച്ചാണ് തീരുമാനങ്ങളെടുക്കും. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു പൊതുവായ നിലപാട് എന്താണ്? തെരഞ്ഞെടുപ്പിൽ സമസ്ത നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് കൃത്യമായും ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യേണ്ടത് ആർക്ക് എന്ന്. അത് പ്രസ്ഥാനത്തിൻ്റെ വഴിയിലൂടെ തന്നെ ജനങ്ങൾക്ക്, പ്രസ്ഥാന പ്രവർത്തകർക്ക് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്തിമഘട്ടത്തിൽ അതിൻ്റെ പ്രചാരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സമസ്തയ്ക്ക് വലിയ തരത്തിൽ വേരോട്ടമുള്ള അല്ലെങ്കിൽ ശക്തി കേന്ദ്രങ്ങളായ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ സമസ്ത ഏത് തരത്തിലുള്ള സ്ഥാനാർത്ഥികൾക്കായിരിക്കും പിന്തുണ നൽകുക? കോഴിക്കോട്, മലപ്പുറം എന്നതിനപ്പുറം സമസ്തയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തുടനീളം വേരുള്ള ഒരു സംഘടനയാണ്. ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമാണ് അങ്ങനെ മലബാറിലോ പ്രത്യേക സ്ഥലങ്ങളിലോ മാത്രം ഒതുങ്ങുന്ന ഒരു രീതിയുള്ളത്. അപ്പോൾ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് മതേതരത്വത്തിന് ഊന്നൽ നൽകുന്ന, രാഷ്ട്രസുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, നിലപാടെടുക്കുന്ന ആളുകളെയാണ്, അത്തരം പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വടകരയിൽ സമസ്തയുടെ പേരും ലെറ്റർ പേഡും ഒക്കെ ഉപയോഗിച്ച് ചില തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഏതെങ്കിലും പ്രത്യേക മണ്ഡലത്തിൽ എന്നല്ല, ചില ആളുകൾ അങ്ങനെയുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഏതെങ്കിലും വ്യാജ വീഡിയോകളോ അല്ലെങ്കിൽ പുരാതന വീഡിയോകളോ ലെറ്ററുകളോ നോക്കിയിട്ട് തീരുമാനമെടുക്കുന്നവരല്ല ഞങ്ങളുടെ കാഡർ വോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും അത്തരം വിഷയങ്ങൾ അവരെ സ്വാധീനിക്കുന്ന ഒരു കാര്യം വരുന്നില്ല. വ്യക്തമായ ധാരണ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസ്ഥയ്ക്കുണ്ട്. അപ്പോൾ പോലും ആർക്കാണ് എന്ന് വോട്ട് ചെയ്യുക എന്ന് കൃത്യമായി പറയില്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പരസ്യമായി പറയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അണികളിലേക്ക് ആ ഒരു സന്ദേശം നൽകി കഴിഞ്ഞോ? അണികളിലേക്ക് ആ സന്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പരസ്യമായി പറയില്ല എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൃത്യമായി എന്നും കൂടെ നിൽക്കുന്ന ഒരു രീതിയല്ലല്ലോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ലിമിറ്റഡ് അജണ്ട മാത്രമാണ്. എല്ലാവരോടും സഹകരിച്ച് നീങ്ങുന്ന, എല്ലാ പാർട്ടികളും വിവിധ സമയങ്ങളിൽ നമ്മോട് സഹകരിച്ച് നീങ്ങുന്ന ഒരു രീതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു രാഷ്ട്രീയ കക്ഷികളെപ്പോലെ ഇത് പറയേണ്ട ആവശ്യവും ഒരു പണ്ഡിത സഭയ്ക്കോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക പൊതുസഭ എന്ന നിലക്ക് കേരള മുസ്ലിം ജമാഅത്തിനോ ഇല്ല. ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സമ്പത്തിൻ്റെ ധ്രുവീകരണത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്തുകയുണ്ടായി. അത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായത്തെക്കുറിച്ച് ഊന്നിക്കൊണ്ടുള്ള ഒരു ആരോപണം, അത്തരത്തിലുള്ള ഒരു ആരോപണമാണെന്ന് പറയപ്പെടുകയും ചെയ്തു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പ്രധാനമന്ത്രിയുടെ ആരോപണത്തെ ഗ്രാൻഡ് മുഫ്തി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാനമന്ത്രി പോസ്റ്റിലിരിക്കുന്ന ഒരാളൊന്നും ഇത്തരം ഒരു കാര്യം പറയരുതായിരുന്നു. മുസ്ലിം സമുദായത്തെ അവമതിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന പിൻവലിക്കണം എന്നുള്ള കാര്യം ബഹുമാന്യരായ ഗ്രാൻഡ് മുഫ്തി അവർകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതിലുപരി മുസ്ലിം സമുദായത്തെ ഇകഴ്ത്തുന്ന തരത്തിലായിപ്പോയി അത്തരത്തിലുള്ള പ്രസ്താവന എന്നാണ് കാന്തപുരം തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. അതിനെക്കുറിച്ച് കൂടുതൽ എന്തും പറയാനുണ്ട്? ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് ഇലക്ഷൻ കഴിഞ്ഞാലും രാജ്യം ഇവിടെ അവശേഷിക്കണം. അപ്പോഴത്തെ ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടി മാത്രമുള്ള ചില ട്രെൻഡുകൾ ഇറക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ചും മറ്റുള്ളവരെയെല്ലാം ഇകഴ്ത്തുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളാണ് വന്നിട്ടുള്ളത്. അത് പ്രസ്താവനകൾ പിൻവലിക്കണം എന്ന് തന്നെയാണ്. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു ചോദ്യം കൂടി. MK രാഘവൻ കാന്തപുരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മർക്കസുമായി ബന്ധപ്പെട്ട് അടുത്ത് ഇടപഴകുന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്ന ഒരു രീതി ഇത്തരം ഘട്ടങ്ങളിൽ ഇല്ലല്ലോ. ഒട്ടുമിക്ക പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാരും ഉസ്താദുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരും തികച്ച അങ്ങോട്ടും തന്നെയാണ്. തെരഞ്ഞെടുപ്പ് നിലപാട് എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ടുള്ളതാണ്.
ഏതായാലും വളരെ നന്ദി. വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയം പറയുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും തുണയ്ക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അക്കാര്യം കാന്തപുരത്തിന് നേതൃത്വം തന്നെ അണികളിലേക്ക് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്കരി റിപ്പോർട്ട് ടിവിയോട് പറയുകയും ചെയ്യുന്നത്. കോഴിക്കോട് നിന്നും സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.